കൈമാറുന്ന സിനിമയെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ ദിലീപേട്ടൻ്റെ കൂടെ 2 പടത്തിലുണ്ട്. അങ്ങനെയാണ് പവി കെയർ ടേക്കർ നമ്മൾ വളരെ പ്രതീക്ഷിച്ചാണ്, വളരെ വിജയമാകുമെന്ന് വിചാരിച്ച പടം പൊളിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ സ്വീകരിച്ചില്ല. ആ ഒരു കൺസെപ്റ്റ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വിജയിക്കും തോന്നുന്നുണ്ട് ദിലീപേട്ടൻ്റെ അങ്ങനെയുള്ള സ്ലാപ്സ്റ്റിക് കോമഡികൾ? അല്ല, ഇപ്പോഴും നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, കൊറോണ കാലത്ത് ടെൻഷൻ അടിച്ചിരുന്ന സമയത്ത് കാണുന്ന കോമഡികൾ ആരുടെയായിരുന്നു കൂടുതൽ? പിന്നെ അല്ലാതെ പിള്ളേരെ ജനറേഷനിൽ മാറിയില്ല. ഇല്ല, എൻ്റെ കുട്ടികൾക്ക് വരെ ഇന്നസെന്റ് ഏട്ടനെയും ദിലീപ് ഏട്ടൻ്റെയും പിന്നെ ഇതേപോലുള്ള എത്ര പേരുടെ, സലീം കുമാർ ഏട്ടൻ, ജഗതി ചേട്ടൻ, നമുക്ക് പേരെടുത്താൽ തീരാത്ത ആ അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണ് അവരുടെ കോമഡിയൻസ്. അപ്പോൾ ആ സിനിമകളിലെ, അല്ലെങ്കിൽ അത് എന്തോ ഒരു നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം കൊണ്ടായിരിക്കാം അത് ഇതാവാതെ പോയത്. പക്ഷെ ദിലീപേട്ടന്റെ കഴിവ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അല്ല, എന്തായാലും അതിന്റെ ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു റിവ്യൂ പറഞ്ഞു വെച്ചാൽ പഴയ പടങ്ങളുടെ ആവർത്തന വിരസത ആയതുകൊണ്ടാണ് ആ പടത്തിനൊരു ഫെയിലിയർ വന്നതാണ് പറയുന്നത്. അതെ അല്ലേ, അത് ഒരു അഭിപ്രായമല്ലേ, നമുക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യം. പൊടിയിൽ വീഴു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇപ്പൊ പ്രേക്ഷകർ സ്വീകരിക്കും തോന്നുന്നുണ്ട്. അതിപ്പോ എന്താ പറയാ, ഇപ്പൊ സ്വീകരിച്ചില്ലല്ലോ. ഇപ്പൊ അതേപോലത്തെ ഒരു സാധനം കൊടുത്തിട്ട് സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. പക്ഷെ ദിലീപേട്ടനെ അങ്ങനെ ഒതുക്കി നിർത്താവുന്നൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണ്. അതിനേക്കാൾ കൂടുതൽ സിനിമയെക്കുറിച്ച് അറിയാവുന്നതും ഒക്കെ ഉള്ള ഒരാളാണ് ദിലീപേട്ടൻ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ നിർഭാഗ്യവശാൽ സംഭവിച്ചു എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ പഴയ ഒരു രീതിയിൽ വന്ന് കുടുംബ പ്രേക്ഷകർക്ക് ജനപ്രിയ നായകൻ തിരിച്ചു വന്ന പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ. പിന്നെ തീർച്ചയായിട്ടും കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമകൾ അദ്ദേഹം കൂടുതൽ എടുക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ചിരിച്ച്, ഇപ്പോൾ CID മൂസയൊക്കെ നമ്മൾ വലിയ ആൾക്കാർ പോലും കണ്ട് ചിരിച്ചതാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമകൾ എടുക്കുകയാണെങ്കിൽ അത് കാണാൻ നമ്മൾ കുട്ടികളും അച്ഛനമ്മമാരും തിയേറ്ററിൽ പോകും. അപ്പോൾ അത്തരം കൂടുതൽ സിനിമകൾ ദിലീപേട്ടൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. സത്യം പറഞ്ഞാൽ അതിനുള്ള കഴിവ് ഇപ്പോഴും ദിലീപേട്ടനുണ്ട്. കുട്ടികളെ ചിരിപ്പിക്കാനുള്ള കഴിവ് ദിലീപേട്ടന് നന്നായിട്ടുണ്ട്. അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാൻ, അതായത് നമ്മളിൽ ഒരാളാണ്, നമ്മൾ കുട്ടിയെ പോലെ തന്നെയാണെന്ന് തോന്നിക്കുന്ന ഒരാളില്ല. അതാണ് ഇപ്പൊ ഇവരിൽ നിന്നൊക്കെ പഠിക്കുന്ന ഒരു പാഠം എന്താ? ശരത് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഹാർഡ് വർക്ക്. അത് എന്തുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ കഴിയുന്നതും നമ്മൾ പ്ലസൻ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സിലേക്ക്, ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ മനസ്സിലേക്ക് വിഷമങ്ങൾ വരും. ഇപ്പം ഞാൻ ഇവിടെ എത്തിയിട്ട് മറ്റവർ അങ്ങോട്ട് എത്തിയല്ലോ, ഇയാൾ ഇവിടെ എത്തിയല്ലോ, ഞാൻ എങ്ങും എത്തിയില്ലല്ലോ. ആ ചിന്ത നമ്മൾ മനസ്സിൽ നിന്ന് കളയണം. അത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇല്ല എന്നല്ല. പക്ഷെ ആ ചിന്ത കളഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ ഇവോൾവ് ചെയ്യുക. കാലം മാറുന്നുണ്ടോ അതിലേക്ക് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ മാറുന്നുണ്ടോ, നമുക്ക് പഴയ പോലെ തന്നെയാണോ, നമ്മൾക്ക് കുറച്ചും കൂടി ഇന്നോവേറ്റീവായിട്ട് ഈ പുതിയ തലമുറ എന്താണ് കാണുന്നത്, അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മളും ചിന്താപരമായി എന്താ പറയുക, ആയുസ് ഞാൻ പറഞ്ഞ ഏജിൻ്റെ മുഖാന്തരമല്ല, അവരുടെ തോട്ട് പ്രോസസ്സിലേക്ക് നമ്മൾ എത്തും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല, അങ്ങനെ ഒരു കഠിനാധ്വാനി ആയിരുന്നല്ലോ, ആണ്, ഇപ്പോഴും ആണ്, അന്നുമാണ്. എങ്കിലും ഒരു മെയിൻ സ്ട്രീമിലേക്ക്, സിനിമയിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു പോരായ്മയാണ് ഞാൻ കാണുന്നത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. അതില്ല, അത് വരാത്തത് കൊണ്ട് ഞാനിപ്പോൾ സിനിമാക്കാരെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കട്ടെ. അവർക്ക് അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ എന്നെ തേടി എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ സീരിയലിൽ അഭിനയിച്ച ഒരാളെ വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ അവരുടെ ഇഷ്ടം, അതിപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം പക്ഷേ എനിക്ക് സിനിമാക്കാരെ വെറുക്കാനോ അവരുടെ എന്താ പറയുക, അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. അത് എൻ്റെ വഴിയാണത്, എനിക്ക് നിയോഗപ്പെട്ടിട്ടുള്ള വഴിയാണത്. അതിലൂടെ സഞ്ചരിച്ച് പോവുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഈ അറിയപ്പെടുന്ന ഏതെങ്കിലും ഡയറക്ടേഴ്സിന്റെ എപ്പോഴെങ്കിലും ഒരു ചാൻസ് ചോദിച്ചിട്ടുണ്ടോ? അത് ഞാൻ ജോഷി സാറിനോട് പണ്ട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ രഞ്ജിത്തേട്ടനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാലോ ഈ സിനിമയുടെ പ്രോസസ്സ്. ഇപ്പോഴത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ചാനൽ ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോംസ് ആയിട്ട് നമുക്ക് ഇതായിട്ട് പോകണം. അപ്പോൾ ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശങ്ങളുണ്ടാവും, അതായത് ഇന്ന സ്റ്റാർസ് വേണം. അപ്പോൾ അവരെ വെച്ചിട്ട് പടം എടുക്കാനായിരിക്കും ഇവരും നിർബന്ധിതരാവുക. അപ്പോൾ അതിൽ നമ്മൾ പെടുന്നില്ല എങ്കിൽ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു ഇതുപോലെ ഇരിക്കും. പക്ഷേ വേറെ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് അവരെ വെച്ചിട്ട് ഇപ്പോൾ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അതൊരു പുതിയ രീതിയാണ്. കാരണം ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നല്ലോണം റീല് ചെയ്യുന്ന, നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ജനങ്ങൾ ഏറ്റെടുക്കും. അപ്പോൾ അങ്ങനെ ഏറ്റെടുക്കുന്ന ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാൻ ഇന്ന് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു പുതിയ പ്രവണതയായിട്ട് നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു പ്രവണതയാണ്. തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ കഴിയുന്നത് എൻ്റെ ക്രിയേറ്റിവിറ്റി അതിൽ കാണിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് വേറൊരു സിനിമയിൽ തന്നെ കാണിച്ചില്ലെങ്കിലും എനിക്ക് തന്നെ എൻ്റെ ഉള്ളിൽ വരുന്ന ക്രിയേറ്റിവിറ്റി എനിക്ക് തമാശ രൂപത്തിൽ ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ അത് നമ്മൾ ചെയ്യാനുള്ള ശ്രമം ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. അതിൽ 3-4 നല്ലോണം വിജയിച്ചിട്ടുമുണ്ട്. അങ്ങനെ എങ്കിലും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല വേഷം കിട്ടി, എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയതെങ്കിലും ഒരു
വേഷം മറ്റൊരു നടൻ ചെയ്ത് അങ്ങനെ അനുഭവം വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊണ്ടായിരിക്കും എന്തെങ്കിലും. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ആ തുടക്ക സമയത്ത് സിനിമയിൽ വന്ന് ഒരു 6-7 കൊല്ലം സ്ട്രഗിൾ ചെയ്തു. പിന്നെ ഞാൻ നേരെ സീരിയലിലേക്ക് ചാടി. പിന്നെ എനിക്ക് സിനിമയിലേക്ക് നോക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. കാരണം പിന്നെ സീരിയൽ മേഖലയിൽ തന്നെ നായകനായിട്ടും നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നതായിട്ടും നല്ല തിരക്കായിരുന്നു എനിക്ക് ഇത്രയും കാലം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സിനിമാക്കാരെന്നെ വിളിക്കുന്നുണ്ടാവില്ല ഈ സീരിയലിലെ തിരക്ക് കാരണം. അപ്പോൾ അതുകൊണ്ട് സിനിമ എന്നെ അധികം വിളിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമില്ല ഞാൻ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന കാരണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റൊരു നടൻ ചെയ്യാണ്ടിരുന്ന വേഷം ശരത്തിനെ തേടി വന്ന അങ്ങനെ എന്തൊരു അനുഭവം ഉണ്ടോ? ഇല്ലില്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാനിത് അവസാന സമയത്തായിരിക്കും എത്തുന്നത്. ഇപ്പോൾ ജാനകിക്കുട്ടിയിലാണെങ്കിലും പത്രത്തിലാണെങ്കിലും ഒക്കെ സ്ക്രീൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ക്രീൻ ടെസ്റ്റിൽ നമ്മൾ പോയി പങ്കെടുക്കും. അവിടെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരപ്പോൾ തന്നെ സെലക്ട് ചെയ്യും. അപ്പോൾ അതിപ്പോൾ എല്ലാ കാലത്തും എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോൾ അമീർ ഖാൻ്റെ വൈഫ്, അതായത് എക്സ് വൈഫ് ഡയറക്റ്റ് ചെയ്ത പടമാണ് ലാപ്പത്താ ലേഡീസ്. അതിൽ ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ ക്യാരക്ടറിന് വേണ്ടി അമീർ ഖാൻ പോലീസ് വേഷം ഇട്ടിട്ട് അതേപോലെ അഭിനയിച്ച് സ്ക്രീൻ ടെസ്റ്റ് നടത്തി. എന്നിട്ട് ഭാര്യ പറഞ്ഞു അത് വേണ്ട. അപ്പോൾ അമീർ ഖാനും തോന്നി അത് വേണ്ട. എന്നിട്ട് വേറെ ആളാണ് അത് അഭിനയിച്ചത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊരു വിഷയമുള്ള കാര്യമല്ല. നമ്മൾ എന്തിനും റെഡിയായിട്ട് ഇരിക്കുക. എനിക്ക് തോന്നുന്നത് ഷർജിയുടെ ഏറ്റവും വലിയ ഒരു എന്താ സംഭവിച്ചാൽ ഇങ്ങനെയുള്ള കുറച്ച് സീരിയസ് വേഷങ്ങളിലേക്ക് ഒതുങ്ങിപ്പോയി. ഈ ഷാജിങ്കറിന്റെ സിനിമയായാലും MD സാറിന്റെ സിനിമയായാലും പിള്ളേർ കളിക്ക് അത് ഞാനിപ്പോൾ റീലിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ പിള്ളേർ കളി മുഴുവൻ ഇപ്പോൾ റീലിലാണ്. അപ്പോൾ ഞാൻ കഴിയുന്നതും നമ്മുടെ ലൊക്കേഷനിൽ, ഇപ്പോൾ സീരിയൽ ലൊക്കേഷനിലാണെങ്കിലും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കോമഡി കാര്യങ്ങൾ. സിനിമയിൽ അങ്ങനെയുള്ള വേഷങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു സിനിമ മാത്രമേ ഉണ്ടായുള്ളൂ. അത് ഇന്ദ്രിയം എന്നുള്ളൊരു സിനിമയായിരുന്നു. അത് നല്ലോണം എൻജോയ് ചെയ്ത സിനിമയാണ് നമ്മുടെ. അപ്പോൾ അതിൽ കുട്ടികളെ വെച്ചാൽ ഞാൻ ബോബനാലുമൂടൻ, നിഷാന്ത് സാഗർ, യദു കൃഷ്ണൻ, അങ്ങനെ കുറേ പേര് അതിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ അതിനുശേഷം ഇതേപോലൊരു ഇതിലുണ്ടായിട്ടില്ല. ജോലിയൽ പിന്നെ 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 അതെന്തായിരിക്കും കാണുന്നത്? എന്താ ഒരു സിനിമ അങ്ങനെ പ്ലാൻ ചെയ്യും? ഇപ്പോഴത്തെ കാര്യം പറയാം, ശരത്തിനെ പരിഗണിക്കുക എന്നൊരു ചിന്ത എന്താ സംവിധായകർക്ക് വരാതെ എന്തായിരിക്കും? അത് അതായിരിക്കാം, മുൻവിധികളായിരിക്കാം, അതായിരിക്കാം. കാരണം ഇപ്പോൾ സിനിമ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് OTT അല്ലെങ്കിൽ ഡയറക്ടർക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ അത് അവരുടെ ഇഷ്ടം. അപ്പോൾ എന്തായാലും നല്ലൊരു വേഷം വരുവാണ്. സീരിയൽ എല്ലാം കളഞ്ഞിട്ട് പോകുന്നത് ഉറപ്പല്ല. കളയേണ്ട കാര്യമില്ല. ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ എന്തായാലും അതിനുവേണ്ടി സമയം കണ്ടെത്തും. അതും ഇല്ലെങ്കിൽ ഇതല്ലെങ്കിൽ അത്. നമുക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ജനങ്ങളുടെ മുമ്പിൽ നമ്മളൊരു എന്താ പറയുക, ഒരു കലാകാരനായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.